ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഗ്രാൻഡ് വിറ്റാറയുടെ ഡെൽറ്റ എന്ന് പറയുന്ന വേരിയന്റ് ആണ്. ഞാനിപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് ഏകദേശം ഇപ്പോൾ ഒരു വർഷത്തോളമായി. ഈ വണ്ടി എടുത്തതിന് ശേഷമുള്ള യൂസർ റിവ്യൂ ആണ് ഞാൻ നിങ്ങളെ പറയാൻ പോകുന്നത്. ഞാൻ നേരത്തെ എനിക്കൊരു ബെലീനോ എന്ന് പറയുന്ന ഒരു വണ്ടി ഉണ്ടായിരുന്നു. ഞാൻ അത് കൊടുത്തിട്ടാണ് ഞാൻ ഗ്രാൻഡ് വിറ്റാര എടുക്കുന്നത്. ഇതിപ്പം 1.5 ആണ്, 1500cc ആണ്. ഈ വണ്ടി എടുത്തതിന് ശേഷം നമ്മുടെ ഈ ലോക്കൽ ഓട്ടങ്ങൾക്കൊക്കെ ഏകദേശം ഒരു 13-14 മൈലേജ് നമുക്ക് കിട്ടത്തുള്ളൂ. സാധാരണ ഹൈവേ കയറിയിട്ടുള്ള മൈലേജ് ടെസ്റ്റ് ഞാൻ ഇന്ന് ചെയ്യുന്നുണ്ട്. അത് എത്രയാകും എന്നുള്ളത് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാം. പിന്നെ ഇപ്പൊ ഇറങ്ങുന്ന ഡിസയർ ഉണ്ടല്ലോ, അത് 3 സിലിണ്ടർ ആണ് വണ്ടി. അതിനിപ്പം ഓൺ റോഡ് വന്നിട്ട് ഏകദേശം ഒരു 13 ലക്ഷം രൂപയാവും ഏറ്റവും ടോപ്പ് വേരിയന്റ്. അപ്പം അത് ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഈ വണ്ടി എന്ന് പറയുന്നത് ബേസ് വേരിയന്റിന് തൊട്ട് മേലുള്ള വണ്ടിയാണ്. ഞാനിത് എടുക്കുമ്പോൾ 14 ലക്ഷം രൂപയാണ്. അപ്പം ഇത് 1500cc ആണ്. അപ്പം അത് ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് 5 സ്റ്റാർ സേഫ്റ്റി നേടിയ വണ്ടിയാണ് ഈ പറഞ്ഞ ഡിസയർ. ഗ്രാൻഡ് വിറ്റാരയുടെ ഡെൽറ്റ എന്ന് പറയുന്ന വേരിയന്റ് ആണ്, പെട്രോൾ വേരിയന്റ് ആണ്. അപ്പം ഈ വണ്ടി 4 സിലിണ്ടർ ആണ്. 4 സിലിണ്ടർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. 4 സിലിണ്ടർ, 1, 2, 3, 4 സിലിണ്ടർ. ഇത് 4 സിലിണ്ടർ. മെയിനായിട്ട് ഞാൻ ഈ വണ്ടിക്ക് ചെയ്തേക്കുന്നത് ഈ സാധാ ഹാലജിനാ കിടന്ന ഞാനത് പ്രൊജക്റ്റഡ് LED ആക്കിയായിരുന്നു. ഇതാണ് ഞാൻ ഈ വണ്ടിക്ക് ആപ്പാട് ചെയ്തേക്കുന്നത്. സാധാരണ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ തീരെ വെട്ടക്കുറവാണ്. നമ്മൾ ഈ ഇത്രയും XUV വണ്ടി എടുത്തിട്ട് നമുക്ക് വെട്ടം കുറവാണ്. നമുക്ക് ഹൈവേയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു വണ്ടി സൈഡ് തരുമോ ഒന്നും ചെയ്യത്തില്ല. ഇപ്പം ഞാനത് LED പ്രൊജക്ടർ മാറ്റി ടോപ്പ് വേരിയന്റ് പോലെ LED ആക്കി. അപ്പം നല്ല വെട്ടവും നല്ല ഇതുമുണ്ട്. പിന്നെ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം, ഞാൻ ബെലീനോ യൂസ് ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പം അതിനേക്കാളൊക്കെ ഒരുപാട് സ്ഥല സൗകര്യമുണ്ട്. സ്ഥല സൗകര്യം പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലോണം നമുക്ക് നീണ്ടു തുറന്നിരിക്കാനും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഈ വണ്ടി നല്ല ഒരു ഉപകാരിയാണ്. പിന്നെ അതുപോലെ തന്നെ 17 ഈ വണ്ടിയുടെ സൈസ്, ടയർ സൈസ് 17. പിന്നെ 4 ഡിസ്ക് ആണ്. 1 ബാക്കും ഡിസ്ക് ബ്രേക്ക് ആണ്. ബാക്കും ഡിസ്ക് ആണ്. പിന്നെ ഞാൻ ഈ വണ്ടിയുടെ കളർ ചെസ്റ്റ്നട്ട് ബ്രൗൺ എന്ന് പറയുന്ന കളർ, വേറെ കളർ ഇതിനു വേണ്ടി ഞാൻ ഈ ബേസ് വേരിയന്റ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ വണ്ടി എടുക്കാൻ തീരുമാനിച്ചേ. പിന്നെ എനിക്ക് ഈ ഡെൽറ്റ എന്ന് പറയുന്ന വണ്ടി എടുക്കാൻ കാരണം ബേസ് വേരിയന്റ് ആണ്, വാല്യൂ ഫോർ മണി. അത് കാരണം ഞാൻ ഈ ചെസ്റ്റ്നട്ട് ബ്രൗൺ എന്ന് പറയുന്ന ഈ കളർ നല്ല രസമാണ്. രാത്രിയിലൊക്കെ ഒരു ബ്ലാക്ക് ആയിട്ട് നമുക്ക് ഒരു അട്രാക്ഷൻ തോന്നുന്നു. അതുകൊണ്ടാണ് ഈ ചെസ്റ്റ്നട്ട് ബ്രൗൺ ഞാൻ എടുക്കാൻ കാരണം മെയിനായിട്ടും. പിന്നെ നമുക്കൊരു ലോങ്ങിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് ലഗേജ് കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതിന് നല്ലൊരു ഇതാണ്. നമുക്ക് ലഗേജ് സ്പേസ് നമ്മളിപ്പോൾ 3 സിലിണ്ടർ ഇപ്പം ഡിസയർ വണ്ടി നമ്മൾ എടുക്കുവാണെങ്കിൽ ഇത്രയും ലഗേജ് സ്പേസും കാര്യങ്ങളും ഒന്നും ഇല്ല. അപ്പൊ അത് വണ്ടി ലോക്ക് ചെയ്തേക്കണേ എന്നൊക്കെ പറയാം. നമ്മൾ ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലഗേജ് സ്പേസ് ഉണ്ട്. കാരണം പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു എയർപോർട്ടിലൊക്കെ ഫാമിലിയായിട്ട് പോവുകയാണെങ്കിലും എവിടെ പോവുകയാണെങ്കിലും നമുക്ക് നല്ലോണം ലഗേജ് സപ്പോർട്ട് ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ. പിന്നെ അതുപോലെ തന്നെ ഈ സീറ്റ് നമുക്കത് ഫോൾഡ് ചെയ്ത് നമുക്ക് എത്ര വേണമെങ്കിലും ലഗേജ് വെക്കാനുള്ള സൗകര്യങ്ങളും അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് ഈ വണ്ടിക്ക്. നമുക്കൊരു 13 ലക്ഷം രൂപയ്ക്ക് നമുക്ക് വാല്യൂ ഫോർ മണി എന്ന് പറയാൻ പറ്റും. ഇതിന്റെ ടോപ്പ് ഏകദേശം 20 ലക്ഷം രൂപയോളം വിലയുണ്ട്. അപ്പൊ അതിനെ അപേക്ഷിച്ച് നമുക്ക് ഈ 13 ലക്ഷം രൂപയ്ക്ക് ഇപ്പൊ ഡിസയർ എടുക്കുന്ന ആൾക്കാരോട് അവരൊന്ന് നോക്കുന്നതല്ലായിരിക്കും. അവര് 3 സിലിണ്ടർ ആണ് വണ്ടി, അതും മനസ്സിലാക്കണം. ഇത് 4 സിലിണ്ടർ 1500cc ആണ്. ഈ 14 ലക്ഷം രൂപയ്ക്ക് ഏകദേശം ഒരു ഡിസയർ ഇപ്പം ടോപ്പ് വേരിയന്റ് എടുക്കുവാണെങ്കിൽ എങ്ങനെ കളിച്ചാലും നമുക്കൊരു 13 ലക്ഷം രൂപ ഓൺ റോഡ്. ഇതുപോലെ ഇത്രയും സ്ഥല സൗകര്യങ്ങളും ഒന്നുമില്ല, സ്പേസും കാര്യങ്ങളും ഒക്കെ. അപ്പം ഈ വണ്ടിയുടെ ബാക്കി കാര്യങ്ങളൊക്കെ എന്ന് പറയാം. നമുക്ക് നല്ല സൗകര്യമാണ് കണ്ടോ, വിശാലമായിട്ട് ഇരിക്കാൻ നല്ല സപ്പോർട്ടും ലെഗ് സ്പേസും, നമ്മള് കാലൊക്കെ നീണ്ടു നിവർന്ന് വെക്കാനും ബാക്കിലോട്ട് വെക്കാനും നല്ല സൗകര്യങ്ങൾ ഈ വണ്ടിക്ക് നല്ലൊരു പ്രത്യേകതയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടിക്ക് ബേസിക്കായിട്ട് നമ്മൾ ബേസ് മോഡൽ വണ്ടി എടുത്താൽ നമുക്ക് എല്ലാ ഫീച്ചറും ഇതിനകത്തുണ്ട്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഈ വണ്ടിക്കുണ്ട്. ഈ വണ്ടിക്ക് മെയിനായിട്ട് റിവേഴ്സ് ക്യാമറ ഉണ്ട്. പിന്നെ ബേസ് വേരിയന്റ് എടുത്താലും നമുക്ക് എല്ലാ ഫീച്ചറും ഈ വണ്ടിക്കുണ്ട്. ബാക്കിലാണെങ്കിൽ നമുക്ക് നീണ്ടു നിവർന്ന് ഇരിക്കാനുള്ള സൗകര്യവും
പിന്നെ അതുപോലെ ബാക്കില് റിയലൈസി ഉണ്ട്, പിന്നെ ഒരു USB ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഒരു ഗ്രാൻഡ് വിറ്റാരെ നമുക്ക് ഒരു ബേസ് മോഡൽ എടുക്കുവാണെങ്കിൽ ഒരു വാല്യൂ ഫോർ മണിയാണ്. ഏതായാലും നമുക്ക് ഈ വണ്ടി നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. എന്ന് വെച്ചാൽ ഒരു ഹൈവേ കയറിയാൽ എത്ര മൈലേജ് കിട്ടുമെന്ന്. ഇതിന് നേരത്തുള്ള ഒരു ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. ഇതിന് മറ്റേ ലോക്കൽ ഓട്ടങ്ങൾക്ക് ഒരു 13-14 മൈലേജ്, 14 മൈലേജ് നമുക്ക് എടുത്തുള്ളൂ. ഹൈവേ കയറിയ എത്ര കിട്ടുമെന്നുള്ളത് നമുക്ക് ഇന്ന്, ഇത് 4 സിലിണ്ടർ വണ്ടി, ഗ്രാൻഡ് വിറ്റാര സിഗ്മ മോഡൽ വണ്ടിയാണ്. അപ്പം ഇത് ഹൈവേ കയറി കഴിഞ്ഞാൽ എത്ര മൈലേജ് കിട്ടുമെന്നുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹലോ ഗൈസ്, ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു നമുക്ക് ഹൈവേ കയറി കഴിഞ്ഞാൽ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് നമുക്ക് എത്ര മൈലേജ് കിട്ടുമെന്ന്. അപ്പം ഗ്രാൻഡ് വിറ്റാര പെട്രോൾ മോഡലാണ്, പെട്രോൾ ഡെൽറ്റ മോഡലാണ്. അപ്പം ഹൈവേ കയറി കഴിഞ്ഞാലുള്ള മൈലേജാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പം കണ്ടോണം. ഇതിപ്പം ഹൈവേ റോഡ്, നമുക്ക് 5th ഗിയറല്ല വണ്ടി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഹൈവേ കയറി കഴിഞ്ഞാൽ ഏകദേശം 14.8, ഏകദേശം ഞാൻ 40 കിലോമീറ്റർ പോയി. അപ്പോൾ 40 കിലോമീറ്റർ പോയിട്ടും ഈ 15 കിലോമീറ്റർ ഹൈവേയിൽ കാണിക്കുന്നത്. ഇപ്പോൾ 5th ഗിയറല്ല വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ സാധാരണ ലോക്കൽ ഏരിയയിലൊക്കെ വണ്ടി ഓടിച്ചാൽ കിട്ടുന്ന മൈലേജും ഹൈവേയിൽ ഓടിക്കുന്ന മൈലേജും തമ്മിലുള്ള വ്യത്യാസമാണ്. 15 കിലോമീറ്റർ നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് ഹൈവേയിൽ. അപ്പം ഗ്രാൻഡ് വിറ്റാര എടുക്കുന്നവർക്കെല്ലാം ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം ഗ്രാൻഡ് വിറ്റാര ഇത് പെട്രോളിൻ്റെ സ്ട്രോങ് അല്ല, സ്മാർട്ട് ഹൈബ്രിഡ് ആണ്. അപ്പം സ്ട്രോങ് ഹൈബ്രിഡ് ആണെങ്കിൽ ഏകദേശം മൈലേജ് 24 കിലോമീറ്റർ, 25ഒക്കെയാണ് പറയുന്നത്. ഇത് പെട്രോൾ മാനുവലാണ്. അപ്പം ഇത് 4 സിലിണ്ടറാണ് വണ്ടി, 1500 cc ആണ്. അപ്പം പുതുതായിട്ട് ഗ്രാൻഡ് വിറ്റാര എടുക്കുന്നവർക്കൊക്കെ ഇപ്പം നമ്മൾ ഹൈവേയിൽ ഇപ്പോൾ 5th ഗിയറിൽ നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ 60 കിലോമീറ്ററാണ് സ്പീഡ്, നോർമൽ സ്പീഡ്. അത്യാവശ്യം ചേട്ടൻ സ്പീഡ് കൂട്ടി. ഇപ്പം നമ്മുടെ പുതിയ ഡിസയർ വണ്ടി ഇറങ്ങിയല്ലോ, അതിപ്പോൾ 3 സിലിണ്ടറാണ് വണ്ടി. അപ്പം അതിന് 6 എയർ ബാഗ് ഉള്ളതുകൊണ്ടാണ് ഈ 5 സ്റ്റാർ സേഫ്റ്റി കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ക്രാഷ് ടെസ്റ്റ് വീഡിയോ ഇതുവരെയും ഗ്ലോബൽ എൻഗ്യാപ്പിൽ വന്നിട്ടില്ല ഗ്രാൻഡ് വിറ്റാരയുടെ. അതിനേക്കാളും ഒത്തിരി വലുപ്പമുള്ള വണ്ടിയും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമുള്ളൊരു വണ്ടിയാണ് ഗ്രാൻഡ് വിറ്റാര. അപ്പോൾ അതിൻ്റെ ടോപ്പ് മോഡൽ എടുക്കുവാണെങ്കിൽ, ഡിസൈറിൻ്റെ എടുക്കുകയാണെങ്കിൽ 13 ലക്ഷം രൂപയാണ്. അപ്പം അതിനേക്കാൾ ഒരു 50,000 രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ. നമുക്കൊരു ബേസ് മോഡൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും നമുക്ക് കംഫോർട്ടായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. പക്ഷെ മൈലേജ് പ്രതീക്ഷിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് ഒരിക്കലും 15 കിലോമീറ്റർ മേലോട്ട് നമുക്ക്, കമ്പനി 20 പറയുന്നത്. ഞാനൊരു പ്രാവശ്യം ഈ വണ്ടിയും കൊണ്ട് കോയമ്പത്തൂർ പോയായിരുന്നു. പോയപ്പം നമുക്ക് കമ്പനി പറഞ്ഞ മൈലേജ് നമുക്ക് കിട്ടിയായിരുന്നു. 20 കിലോമീറ്റർ നമുക്ക് വണ്ടി മൈലേജ് കിട്ടിയായിരുന്നു കോയമ്പത്തൂർ പോയപ്പോൾ. അത് സ്ട്രെയിറ്റ് റോഡാണ്, നമ്മുടെ ഇതുപോലുള്ള വളവും അങ്ങനെയുള്ള റോഡൊന്നും അല്ല. അതുകൊണ്ടായിരിക്കും അത്രയും മൈലേജ് കിട്ടാൻ കാരണം. കമ്പനി പറഞ്ഞ മൈലേജ് തന്നെ കിട്ടിയായിരുന്നു. അപ്പം ഇത്രയും നല്ലൊരു സാധാരണ ഒരു വണ്ടി നമുക്ക് സാധാരണപ്പെട്ട ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു 1500 cc കപ്പാസിറ്റി ഉള്ള വണ്ടിയാണ്. അപ്പം നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഏകദേശം ഒരു 40 കിലോമീറ്റർ മേളിൽ നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുക, ഹൈവേ തന്നെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മൈലേജ്, അപ്പോൾ ഞാൻ ഗിയർ മാറ്റിയായിരുന്നു കേട്ടോ. ഇപ്പം മൈലേജ് 14.8 തന്നെയാണ് കാണിക്കുന്നത്, വ്യത്യാസമൊന്നും കാണിക്കുന്നില്ല. ഓക്കെ,
ഓക്കെ ഗൈസ്, താങ്ക് യു.